വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് MSW അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് എന്താണെന്നും സെക്കൻഡ് അതിലേക്കുള്ള ഒരു അഡ്മിഷന് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയകൾ ഉണ്ടായിരിക്കും, എൻട്രൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയുള്ളത്. അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ MSW എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഒരു PG പ്രോഗ്രാം ആണ്. അപ്പോൾ ഒരു PG പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി വിത്ത് 50 അല്ലെങ്കിൽ 50 above% മാർക്ക് എന്നാണ്. MSWന്റെ ബാച്ചിലേഴ്സ് ആണ് BSW, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്. പക്ഷെ നമുക്ക് BSW മാൻഡേറ്ററി അല്ല. ഏത് ഡിഗ്രി, ഇപ്പം നിങ്ങൾ സൈക്കോളജി ആയാലും സോഷ്യൽ വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏതൊരു ഫീൽഡിലെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും 50 above% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MSWന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ വരുന്നത്. ലേറ്റർ നമ്മുടെ കോളേജസ് നമ്മുടെ ഡിഗ്രിയുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൺസിഡർ ചെയ്യും എങ്കിൽ കൂടെ കുറച്ച് പ്രോസസ്സ് കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു എലിജിബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ ആണോ അല്ലെങ്കിൽ ഒരു എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ MSWനെ എന്ന് സെലക്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 പാറ്റേൺ എന്ന് പറയുന്നത്, ഒന്ന് എൻട്രൻസ് എക്സാം, 2 നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും, 3rd പേഴ്സണൽ ഇൻ്റർവ്യൂ. ഈ ഒരു 3 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ MSWന്റെ ഒരു എൻട്രൻസ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നത്. ഈ ഒരു ക്രൈറ്റീരിയ തന്നെ കോളേജസ് ടു കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മളൊരു PG അഡ്മിഷൻ എടുക്കുകയാണ് വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വെച്ചാൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഒരു കുട്ടി എൻട്രൻസിലൂടെയും അതേപോലെ നമ്മുടെ ഡിഗ്രിയുടെ മാർക്ക് കൺസിഡർ ചെയ്തിട്ടായിരിക്കാം നമുക്കൊരു എൻട്രൻസ് ലൈക്ക് ഒരു PGക്കുള്ളൊരു അഡ്മിഷൻ കിട്ടുന്നത്. വേറെ എന്തുകൊണ്ടാണ് MSWയിൽ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിക് നോളജ്, ഇപ്പോൾ എൻട്രൻസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു അക്കാഡമിക് നോളജ് ഉണ്ടായിരിക്കാം. ബട്ട് ബേസിക്കലി ഒരു സോഷ്യൽ വർക്കർക്ക് എന്ത് മാത്രം പോരാ, ഒരു അക്കാഡമിക് നോളജ് മാത്രം പോരാ. കാരണം ആഫ്റ്റർ 2 years നിങ്ങൾ ഡിഫറെൻറ്റ് ഫീൽഡിൽ, ഇപ്പോൾ കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സെറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് സെറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വോയിസ് ഉയർത്തേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേസി പ്രാക്ടീസ് ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മൾ. സോ വി മസ്റ്റ് ബി that well versed in our communication as well. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അതിനോടുള്ള പാഷൻ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒരു ലൈക്ക് ഒരു ഇലുമിനേഷനിൽ നമ്മൾ പോയിട്ട് എടുക്കുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ചും ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേഴ്സണൽ ഇൻ്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഈ എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ച് പറയാൻ തന്നെ പല കോളേജസ് അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റീസിലും ചെറിയ വേരിയേഷൻസ് നമുക്ക് കണ്ടുവരാം. എന്ന് വെച്ചാൽ ചില കോളേജസ് ചിലപ്പോൾ എൻട്രൻസ് വളരെ ഡിസ്ക്രിപ്റ്റീവ് മോഡലിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ വളരെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഫ്ലഡ് വന്നു, അപ്പോൾ അതിലൂടെ നിങ്ങളൊരു ഫാമിലീനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. ആ ഫാമിലിയിലത്തെ പാരൻസ് അല്ലെങ്കിൽ ബ്രെഡ് വിന്നർ ഒക്കെ ഇല്ലാണ്ടായി. സോ അവിടുത്തെ ഒരു കുട്ടീനെയാണ് നമ്മുടെ കയ്യിൽ നമുക്കൊരു ക്ലയൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ കുട്ടിക്ക് എന്ത് റിലീഫ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതായിരിക്കാം മേ ബി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു? ആസ് എ സോഷ്യൽ വർക്കർ ആണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം? അതൊരു വളരെ സാധാരണക്കാരൻ്റെ ഒരു നാരോ ചിന്താഗതിയിൽ, ഇപ്പോൾ ഞാൻ ആ കുട്ടീനെ കൊണ്ടുവന്ന് ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ എല്ലാമായി മാറും, അങ്ങനെയുള്ള ഒരു ആൻസർ ആണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ലൈക്ക് ഹൗ ഡു യു അപ്രോച്ച് ദ പ്രോബ്ലം? അതിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് യൂസ് ചെയ്യുന്നുണ്ടോ? കോപ്പിംഗ് സ്കിൽസ് യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങൾക്കാണോ അതോ ക്ലയൻറ്റിനാണോ? ക്ലയൻറ്റിന് ഒരു ഇമ്മീഡിയറ്റ് റിലീഫാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട. അല്ലാതെ നമ്മൾ പതിയെ എടുത്തപ്പോൾ നമ്മൾ ചില തെറാപ്പികളൊക്കെ പ്രാക്ടീസ് ചെയ്യുക 2 to 3 months ഒക്കെ എടുത്തിട്ട് പല സെഷൻസിലൂടെ ആയിരിക്കും. അങ്ങനെ ഒരിക്കലും നമുക്ക് ആ കുട്ടിക്ക് ഒരു റിലീഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഒരു തെറാപ്പി കൊടുക്കും, CBT കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ് അല്ലേ? ആ കുട്ടിക്ക് വേണ്ടത് എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ അത്തരം സിറ്റുവേഷൻസിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് എന്തിൽ നോക്കുന്നത്, ഈ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നോക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സോഷ്യൽ വർക്കർ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ എൻട്രൻസ് ടെസ്റ്റ് തന്നെ ചില കോളേജസിൽ നടത്തുന്നത് വളരെ ലൈക്ക് MCQ മോഡലിലാണ്, ബബ്ലിംഗ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചിലപ്പോൾ 100 മാർക്കിലൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്, ഒരു 25 ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ. അതിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് എത്രത്തോളം ഉണ്ട്, നമ്മുടെ ലോജിക്കൽ റീസണിങ് എങ്ങനെയാണ്,
നമുക്കൊരു ലൈക്ക് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണെങ്കിൽ പോലും അതിനെ ഒരു ക്ലിയർ ആയിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, നമ്മുടെ ഒരു ജനറൽ നോളേജ്, അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, അതേപോലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം സോഷ്യൽ വർക്ക്, ഒരു ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു MCQ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ UGC നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്, ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അതുപോലത്തെ ഒരു കുട്ടി ചോദ്യങ്ങൾക്കൊപ്പം കറണ്ട് അഫയേഴ്സിനും സോഷ്യൽ വർക്കിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കാം മേ ബി ചില ഇൻ്റർവ്യൂസ് നടക്കുന്നത്, ചില എൻട്രൻസ് എക്സാംസ് നടക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിറങ്ങിയ സീനിയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയിട്ടോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അവിടുത്തെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ചില കോളേജസ് ഡയറക്റ്റ്ലി ചെയ്യേണ്ടത് നമ്മൾ എൻട്രൻസ് എക്സാം നടത്തി അതിൽ നിന്ന് ഏറ്റവും ടോപ്പ് ലെയറുള്ള കുട്ടികളെ മാത്രം എടുത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും, അതിൽ നിന്നും ഏറ്റവും ടോപ്പ് ലെയറുള്ള കുട്ടികളെ എടുത്തിട്ട് ഇൻ്റർവ്യൂ നടത്തലാണ്. ബട്ട് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ചില കോളേജസൊക്കെ നേരെ തിരിച്ച് നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ 3 നടത്തിയിട്ട് അതിൽ നിന്ന് 3 മാർക്ക് എടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കുട്ടീനെ, കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് വരാനുള്ള കാരണം ചിലപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് എടുത്തിട്ട് ഏറ്റവും ടോപ്പ് ലെയറുള്ള കുറച്ച് കുട്ടികളെ എടുത്ത് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല, കാരണം അവർക്ക് അക്കാഡമിക് നോളേജ് ഉണ്ടായിരിക്കും. വേറെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ ഒപ്പീനിയൻ ഉയർത്തി പറയാനുള്ളൊരു ക്യാപ്പബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണെങ്കിൽ 3 നടത്തിയത് അതിന് ശേഷം 3 എടുത്ത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറ്. ഇനി വൈൽ കൺസിഡറിങ് ദ ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ലൈക്ക് ടീമുകളാക്കി ഒരു 20 മെമ്പേഴ്സിൻ്റെ ടീമാക്കി 10 ഈച്ച് ആയിട്ട് കൊടുത്ത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യണമെന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എറ്റിക്വേറ്റ്സ് ഒക്കെ മാനേഴ്സ് ഒക്കെ ലൈക്ക് നമ്മൾ മുന്നോട്ട് പോകുന്തോറും ആ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്ത് പോകണമെന്നുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 പേര് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാൻ വന്നു, വേറൊരാളും കൂടി വന്നു വെച്ചാൽ ഞാൻ പറയട്ടെ എന്ന് ഇടിച്ച് കയറി അല്ലെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കാനല്ല നമ്മൾ, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് റേസ് ചെയ്യാനല്ല നമ്മൾ നോക്കണ്ടേ. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ ഏറ്റവും ബെസ്റ്റ് ആയ രീതിയിൽ വൈൻഡ് അപ്പ് ചെയ്യണം. സോ ദാറ്റ് ആ ആൾക്കൊരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് ചാൻസ് തരാണെങ്കിൽ അദ്ദേഹത്തിനോടൊരു താങ്ക്സ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള എറ്റിക്വേറ്റ്സ് ഒക്കെ മാനേഴ്സ് ഒക്കെ ലൈക്ക് ഒരു ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ കൺക്ലൂഷൻ പറയാനൊക്കെ സാധിച്ചു, അതൊരു ഇഫക്റ്റീവായി ചെയ്യാൻ പറ്റിച്ചാൽ അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ലാംഗ്വേജ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി വളരെ ആർഗ്യുമെന്റേറ്റീവായിട്ട് ഞാൻ ഇതാണ് പറയുന്നത്, ഞാനിത് നിങ്ങളുടെ എല്ലാവരിലേക്കും അടിച്ചമർത്തുന്നു, ആ ഒരു മോഡലിലേക്ക് പോവാതെ വളരെ ജെന്യുവനായിട്ട് നിങ്ങളുടെ പോയിന്റ് ഇതാണെന്നും ഇത് എംഫസൈസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളതും വൃത്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ഒരു ടൈം മാനേജ്മെന്റ്, നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് ആദ്യം പറയാൻ കിട്ടിയ ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും. ആ 1 മിനിറ്റ് നിങ്ങൾ വൃത്തിക്ക് എങ്ങനെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അതിൽ നമുക്ക് എന്തും ചോദിക്കാം, കാരണം നിങ്ങൾ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ആണിപ്പോൾ. ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പെട്ടെന്ന് വരുമ്പോൾ ഓർമ്മ വന്നത് അന്നത്തെ പേപ്പർ ചോദിച്ചു എന്ന് പറഞ്ഞ വശം ശരി ഒരു 5 ന്യൂസ് പറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ചോദിച്ചാൽ അഥവാ നമ്മൾ കള്ളത്തരം പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പിടിക്കപ്പെട്ടു. അഥവാ ഇനി നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ടില്ലെങ്കിൽ ആ 5 ന്യൂസ് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച ഒരു ബുക്കിനെ കുറിച്ചായിരിക്കാം പറയുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ വർക്കിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ബേസിക് നമ്മൾ ആ ഡിഗ്രി അല്ലെങ്കിൽ കൂടി എൻട്രൻസിനൊക്കെ വേണ്ടി നമ്മൾ സോഷ്യൽ വർക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ ഈ സോഷ്യൽ വർക്കേഴ്സിന് അടിച്ചു കൊടുത്താൽ ഓൾറെഡി ഔട്ട്സൈഡ് ഇന്ത്യ, USA, UK സോഷ്യൽ വർക്കേഴ്സിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ച് മേരി റിച്ച്മണ്ട് അവരുടെ ബുക്കുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടായിരിക്കാം നമ്മൾ വരുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ഏറ്റവും സിമ്പിളായിട്ട് ഇന്ത്യയിലുള്ള ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു മലയാളിയായിട്ട് അറ്റ് പ്രസന്റ് ഉള്ള ഒരു സോഷ്യൽ വർക്കറെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തു എന്നായിരിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ പ്രാക്ടിക്കലായിട്ടും ലൈക്ക് വൈ സോഷ്യൽ വർക്ക് എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വന്ന ഫീൽഡിൽ നിന്ന് എന്തുകൊണ്ട് സോഷ്യൽ വർക്കിലേക്ക് മാറി എന്നായിരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ ആ ഒരു നിങ്ങളുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ സോഷ്യൽ വർക്കിൽ ഫോളോ ചെയ്യുന്ന പാറ്റേൺ. ഓക്കെ, അപ്പോൾ എൻട്രൻസ് ടെസ്റ്റ്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഈ വീഡിയോയിൽ ഇപ്പോൾ ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.